ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ ക്ലഞ്ചിൻ്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ എനിക്ക് ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ ടാനൊക്കെ ഒരുവിധം പോയിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അടിപൊളി റിസൾട്ടാണ്. നിങ്ങൾ എന്തായാലും ഫസ്റ്റ് ഡേ കാണാത്തവരാണെങ്കിൽ എന്തായാലും കണ്ടു നോക്കൂ, എന്നിട്ട് സെക്കൻഡ് ഡേ ചെയ്യണം കേട്ടോ. അടിപൊളി റിസൾട്ടായിരിക്കും, ട്രസ്റ്റ് മീ. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കേണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നല്ല മഴ തുടങ്ങി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ എടുക്കേണ്ട ഓയിലാണ്. നമ്മൾ ഡബിൾ ക്ലെൻസിങ് ആണ് ചെയ്യുന്നത്. നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഡബിൾ ക്ലെൻസിങ് മസ്റ്റായിട്ടും ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പിമ്പിൾസും സ്കാർസും ഒക്കെ വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ പുറത്ത് പോയതുകൊണ്ടാണ് ഡബിൾ ക്ലെൻസിങ് ചെയ്യണത്. പുറത്ത് പോകുന്നവരാണെങ്കിൽ എന്തായാലും ചെയ്യണേ. ഞാനിപ്പോൾ കുറച്ച് ഓയിൽ എടുത്തിട്ട് ഫേസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഫേസിൽ ചെറുതായിട്ടൊരു മസാജ് കൊടുക്കുന്നുണ്ട്. ഡബിൾ ക്ലെൻസിങ് ചെയ്യുമ്പോൾ നമ്മളെ പോർസൊക്കെ ഓപ്പൺ ആയിട്ട് നന്നായിട്ട് ഡേർട്ടൊക്കെ പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ് കേട്ടോ. ഇത് മസ്റ്റായിട്ടും ചെയ്യണേ. നല്ല റിസൾട്ടാണ്. ഇങ്ങനെ ചെയ്തിട്ട് നമ്മളൊരു പാക്കൊക്കെ ഇടുമ്പോൾ ബ്ലഡ് സർക്കുലേഷനും കൂടും. പിന്നെ നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയിരിക്കും. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് തൈരാണ്. തൈരിൻ്റെ കൂടെ നമ്മുടെ ടെർമറിക്കാണ് കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഡീ ടാനിങ് ആണ്. അതായത് നമ്മുടെ സ്കിന്നെ ഒന്ന് ഡാർക്ക്നെസ് ഉണ്ടല്ലോ, ഫേസൊക്കെ ഡാർക്കായിട്ട് നമ്മൾ ടാൻ അടിച്ച് ഡാർക്ക് ആവൂലേ, ആ ഒരു സൺ ടാനും അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഡേ ആണ് ഇന്ന്. നമ്മൾ ആദ്യം ഹൈഡ്രേഷനാണ് ചെയ്തത് ഹണി ഉപയോഗിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ എന്തായാലും അത് ചെയ്ത് കണ്ടിട്ട് അത് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. നെക്സ്റ്റ് നമ്മൾ ചെയ്യണത് എന്ന് വെച്ചാൽ ടാൻ റിമൂവിങ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കേർഡ്, ടെർമറിക്കും പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ കടലമാവാണ്. കടലമാവ് എടുത്തിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ നന്നായിട്ട് ഓയിലൊക്കെ വലിച്ചെടുത്ത് കുറച്ച് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് നല്ല ഗ്ലോ ആവാനും നമ്മുടെ സ്കിന്നിലുള്ള ഓയിൽ പ്രൊഡക്ഷനൊക്കെ കൺട്രോൾ ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ് കടലമാവ്. അതുകൊണ്ടാണ് നമ്മൾ കടലമാവ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കിന്നിൽ നമ്മൾ ഇത് തൈര് അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് കൂളാകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുവേ. പിന്നെ മോയ്സ്ചറൈസൊക്കെ നമ്മുടെ ലോക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നല്ലൊരു മോയ്സ്ചറൈസറാണ് തൈരെന്ന് പറയുന്നത്. അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസ് ആക്കി വെക്കാൻ വേണ്ടി തൈര് ഹെൽപ്പ് ചെയ്യും. ടർമറിക് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഗ്ലോ ആണ് തരണത്. നമ്മുടെ സ്കിന്നിലെ ടാൻ മാറാനും നമ്മുടെ ഏജിങ്ങിൻ്റെ സൈൻസ്, ഫൈൻ ലൈൻസ്, റിങ്കിൾസ് അതൊക്കെ പതിയെ പതിയെ റെഡ്യൂസ് ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യുവേ. ഇത് നിങ്ങൾ ഈവൻലി നിങ്ങളുടെ ഫേസിൽ ഫുള്ളും അപ്ലൈ ചെയ്യണേ. എസ്പെഷ്യലി നമ്മുടെ ടാനുള്ള ഏരിയാസിൽ ഫോക്കസ് ചെയ്യണം. പിന്നെ നന്നായിട്ടൊരു മസാജ് കൊടുക്കണം, നന്നായിരിക്കും. പിന്നെ നമ്മുടെ ചീക്സ്, ഫോർഹെഡ്, അറൗണ്ട് ദ മൗത്ത് ഏരിയാസ് എല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു മസാജ് കൊടുക്കണം, നന്നായിരിക്കും. മസാജ് കൊടുക്കുമ്പോൾ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇൻക്രീസ് ആവാനും നമ്മുടെ ഫേസിലുള്ള പോഴ്സൊക്കെ ഓപ്പൺ ആയിട്ട് നന്നായിട്ട് ഇത് അബ്സോർവ് ആവാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ മെയിൻ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് തൈര് അലർജി ആണെങ്കിൽ നിങ്ങൾ തൈര് എടുക്കരുത്. അതിന് പകരം നമുക്ക് ടൊമാറ്റോ ജ്യൂസോ പൊട്ടറ്റോയുടെ ജ്യൂസോ പിന്നെന്താണ് കുക്കുംബറിൻ്റെ ജ്യൂസോ എടുക്കാമെന്നാണ്. ഞാൻ ഈ തൈര് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുത്തത്. അപ്പം നല്ല ഫേസിൽ അപ്ലൈ ചെയ്യപ്പം തന്നെ നല്ലൊരു സുഖം കേട്ടോ. ഇപ്പം മഴയാണ്, തണുപ്പൊക്കെയാണ്, എന്നാൽ കൂടി ചൂടുണ്ട്. മഴ പോകുമ്പോൾ ചൂടുണ്ട്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഫേസിനും ഭയങ്കര ഒരു ഭയങ്കര കൂളിംഗ് എഫക്റ്റും കാംനെസ്സും ഒക്കെ നൽകുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാക്ക് ഏതെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ഇൻസ്റ്റൻറ്റ് ഗ്ലോയും സോഫ്റ്റ്നെസ്സും എല്ലാം കിട്ടുകയും പിന്നെ നമ്മുടെ ഫേസിലുള്ള ടാനൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ 7 ഡേ കഴിയുമ്പോൾ നമുക്ക് നല്ല ഒരു റിസൾട്ട് തന്നെ കിട്ടും. എന്തായാലും നിങ്ങൾ ബിഫോറും ആഫ്റ്ററും ഒരു പിക്ചർ എടുത്ത് വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര ടാൻ മാറി എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ നിങ്ങളതെന്തായാലും ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇറിറ്റേഷൻസോ ഒക്കെയാണ്, നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഏത് പ്രോഡക്റ്റും അപ്ലൈ ചെയ്യാവും. ഭയങ്കര ഇറിറ്റേഷൻസോ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ പ്രോഡക്റ്റൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് എന്തായാലും ചെയ്യണേ. ഞാനിത് നെക്കിൻ്റെ പോർഷൻസിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ഏത് പാക്ക് ഇട്ടാലും നെക്കിൻ്റെ പോർഷൻസ് മറക്കരുത്. നമ്മുടെ ക്ലെൻസിങ് ചെയ്യുമ്പോൾ ഡബിൾ ക്ലെൻസിങ് ചെയ്യുമ്പോഴും നമ്മുടെ നെക്കിൻ്റെ പോർഷൻ അവോയ്ഡ് ചെയ്യരുത്. നെക്കിൻ്റെയും നമ്മുടെ ഫേസും നെക്കും എല്ലാം ഒരുപോലെ തന്നെ നമ്മൾ കെയർ ചെയ്യണം. അപ്പോൾ നമുക്കിതൊരു 10-15 മിനിറ്റ് ഓളം ഇട്ടാൽ മതി. ഞാനെന്തായാലും 10 മിനിറ്റൊക്കെ ഇടുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കാണാം. നല്ല ഫേസ് പാക്കാണ്, നിങ്ങൾ മസ്റ്റ് ട്രൈ എന്നേ ഞാൻ പറയുള്ളൂ. അടിപൊളിയായിട്ട് നമ്മുടെ ഫേസിനെ ടാന് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണിത്.
നിങ്ങൾ എന്തായാലും ഈ പാക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ കഴുകാം, ഇല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ കഴുകാം നമുക്ക്, അല്ലെങ്കിൽ ഐസ് വാട്ടർ കഴുകാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റായി ഇത്രയും ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. നന്നായിട്ട് ടാനൊക്കെ മാറി ഡേ 2 ആയപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. നിങ്ങൾക്ക് എങ്ങനെയാണ് റിസൾട്ട് എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഇനി ഞാൻ ഇന്ന് പുറത്ത് പോവുകയാണ്, അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടും മോയ്സ്ചറൈസറും സൺസ്ക്രീൻ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണേ. അപ്പോൾ ഞാൻ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു, എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഞാനിനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫേസൊക്കെ ഡാമ്പ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. നിങ്ങളുടെ സ്കിന്നിന് ചേർന്ന മോയ്സ്ചറൈസർ ഏതാണ് എന്നുള്ളത് അതനുസരിച്ചുള്ള മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. നിങ്ങൾക്ക് പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസർ നല്ലതാണ്, സെറ്റാഫിലിൻ്റെ ഇതൊക്കെ നല്ലതാണ്, സെറ്റാഫിലും സെറാവയൊക്കെ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് അടിപൊളിയാണ് കേട്ടോ. അതൊക്കെ നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് നന്നായിട്ട് വർക്കാവുന്നതാണ്. പ്ലം നല്ല ഒരു മോയ്സ്ചറൈസറാണ്. പിന്നെ നമ്മുടെ ന്യൂട്രിജീനയുടെ മോയ്സ്ചറൈസർ അത് അടിപൊളിയാണ്. അപ്പോൾ സൺസ്ക്രീനും ഈ പറഞ്ഞതൊക്കെ നല്ലതാണ് കേട്ടോ. നിങ്ങൾ SPF മറ്റേ 50+ഓ 30+ഓ ഉള്ളത് തന്നെ നോക്കിയെടുക്കണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മോർണിംഗിൽ അപ്ലൈ ചെയ്യാം, ഉച്ചയ്ക്ക് അപ്ലൈ ചെയ്യാം, പിന്നെ ഈവനിങ്ങിൽ നൈറ്റിലൊക്കെ അപ്ലൈ ചെയ്യാം. ഏറ്റവും നല്ലത് ഈവനിങ് നൈറ്റ് ആ സമയമാണ് കേട്ടോ. അപ്പം വെയിലത്ത് പോകേണ്ടി വരില്ലല്ലോ. പക്ഷേ നമ്മൾ മോർണിംഗിലാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഇടണം കേട്ടോ. ഇത് ഞാൻ ന്യൂട്രിജീനയുടെ മോയ്സ്ചറൈസറാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല മോയ്സ്ചറൈസറാണ്. സെറാവയുടെയും സെറ്റാഫിലിൻ്റെയും ഒക്കെ നല്ല ഡീകൺസ്ട്രക്റ്റൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മോയ്സ്ചറൈസറിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് ഞാൻ പറയാം. സൺസ്ക്രീനിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ അതും ഇട്ടേക്കാവേ. എന്നിട്ട് ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഇട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ മോയ്സ്ചറൈസറാണ് ഇട്ടത്, ഇനി സൺസ്ക്രീൻ ഇടണം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഇവിടെ കുറേ നേരമായിട്ടൊരു കാക്ക കിടന്ന് വിളിക്കുകയാണ് കേട്ടോ. എൻ്റെ സൺസ്ക്രീനും ഇതൊരുവിധം തീർന്നു കേട്ടോ. അപ്പോൾ അതിന് വേറെ വാങ്ങണം, ഞാനത് കഷ്ടപ്പെട്ടെടുക്കുകയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരെ കണ്ടു നോക്കണേ, എന്നിട്ട് വേണം ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നാലാണ് നല്ല റിസൾട്ട് കിട്ടുക. ഈ പാക്ക് അപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും എളുപ്പമായിരിക്കും. കാരണം ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത്, ആകെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ തൈര്, മഞ്ഞൾ, കടലമാവാണ്. ഒരു പാക്കറ്റ് തൈര് വാങ്ങിയാൽ തന്നെ നമുക്ക് 7 ഡേ ചലഞ്ചസിന് അത് മതിയായിരിക്കും കേട്ടോ. ഈ ചലഞ്ചിന് മതിയായിരിക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ കടലമാവും നമ്മുടെ മഞ്ഞളും ഒരു കവർ വാങ്ങിയാൽ തന്നെ നമുക്ക് ഒത്തിരി ദിവസം ഉപയോഗിക്കാനുള്ളത് കാണും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. സോ നല്ല റിസൾട്ടുമാണ് ഇതിന്. അതുകൊണ്ട് നമ്മൾ കിട്ടാൻ പോകണം. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കല്ലേ. നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നല്ല റിസൾട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ മഞ്ഞളിലും കടലമാവിലൊന്നും വെള്ളം വീഴരുത് കേട്ടോ. വെള്ളം വീണ അതിൽ പൂപ്പൽ വരും. പിന്നെ അത് നമുക്ക് സ്കിന്നിലിട്ടാൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മുടെ ചലഞ്ചിൻ്റെ ഡേ 3 ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണൂ. നല്ല റിസൾട്ടാണ്. ബൈ.